UK നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നിറഞ്ഞു നിൽക്കുന്ന നാട്. ഒരുപാട് ഓർമ്മകളുടെ ഇരമ്പലുണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന മഹത്തായ ബ്രിട്ടൻ രാജ്യത്തിന്. പക്ഷേ ഇന്ന് ബ്രിട്ടൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലിപ്പ് കാണാനിടയായി. ആ ക്ലിപ്പ് വേറെ ആരുടേതുമല്ല, നമ്മുടെ മുൻ സോളിസിറ്റർ ജനറൽ ഹരീഷ് സാൽവേ എന്ന് പറയുന്ന വലിയ ഒരു അഭിഭാഷകൻ്റെ ക്ലിപ്പാണ്. അദ്ദേഹം റിപ്പബ്ലിക് TVയിലെ അർണബ് ഗോസ്വാമിക്ക് കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൻ്റെ മറുപടിയാണ്. അത് കേൾക്കാം. Europe today is in economic shambles. London is a city. Believe me, I have had to switch to wearing an Apple Watch because I have a flat in what is considered a very fancy area of London, Mayfair. You are told, please don't wear an expensive watch in Mayfair, you'll be mugged. My wife has been mugged once. Hold your breath. On Bond Street. Bond Street is the most expensive street of London for shopping. Knifing incidents have gone up. Knifing, and the fellow came, he snatched her phone, pushed her. She is lucky she was wearing a messenger bag which broke her fall. Otherwise, her head would have hit the pavement. Anything could have happened. Disappeared. The police said there's nothing we can do. So this is what is happening in a city like London. Selfridges. She went shopping in Selfridges. Her wallet disappeared in Selfridges. She went up to the 5th floor to complain, and there was a big queue. In front of her, there was a Chinese girl who was howling away. She was from a rich family. She had done a lot of shopping. Her bags, her passport, her ticket, money, everything was gone. Poor thing was on a flight late night. She said, I don't know what to do. It's a weekend. This is the state of London. ലണ്ടൻ്റെ കഥ പറയുകയാണ്. സ്വപ്നങ്ങളുടെയും മോഹങ്ങളുടെയും നഗരമായ ലണ്ടൻ ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി. നമ്മുടെ കോഹിനൂർ രത്നങ്ങളും എന്തിന് ഈ പറയുന്ന നിലമ്പൂർ ഈട്ടിത്തടി വഴി കടത്തിക്കൊണ്ടുപോയ ഒരു രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഹരീഷ് സാൽവേ പറയുന്നത്. അദ്ദേഹം മേഫെയറിലേക്ക് ഒരിക്കൽ യാത്ര ചെയ്യാൻ പോയപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞത്രേ, ഒരിക്കലും നിങ്ങൾ ആപ്പിൾ ഐവാച്ച് ധരിക്കരുത്, കാരണം നിങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, മോഷ്ടിക്കപ്പെട്ടേക്കാം. അദ്ദേഹം ഞെട്ടിപ്പോയത്രേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ ബോണ്ട് സ്ട്രീറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന ലണ്ടനിലെ ഒരു സ്ഥലത്ത് വെച്ച് അവരെ ആക്രമിച്ച് വീഴ്ത്തിയ ശേഷമാണ് അത് തട്ടിപ്പറിച്ചുകൊണ്ട്, ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് കടന്നുപോയത്. പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾക്കൊന്നും ചെയ്യാനാവുന്നില്ല എന്നാണത്രേ. അവിടുത്തെ ഏതോ ഒരു വലിയ സെൽഫ്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറിയപ്പോൾ അവരുടെ പേഴ്സ് സഹിതം മോഷ്ടിച്ചു. കംപ്ലയിൻറ്റ് ചെയ്യാനായി അതിൻ്റെ 4th ഫ്ലോറിലോ മറ്റോ ചെല്ലുമ്പോൾ അവിടെ ഒരു നീണ്ട ക്യൂ. ഒരുപാട് ആളുകൾ ഇതുപോലെ നിരന്ന് നിൽക്കുകയാണ്. അതിലൊരു ചൈനീസ് പെൺകുട്ടി പറയുന്നു എന്ന്. അവരിന്ന് ഒരുപാട് ഷോപ്പിംഗ് അവിടെ വന്ന് നടത്തി. അവരുടെ ബാഗും പാസ്പോർട്ടും ടിക്കറ്റും സഹിതം എല്ലാം മോഷ്ടിക്കപ്പെട്ടത്രേ. ഇതാണ് ലണ്ടൻ നഗരത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്നാണ് പറയുന്നത്. സത്യമുണ്ട് ഈ പ്രപഞ്ചത്തിന്, കുറേ സത്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ അഭിമാന അടയാളങ്ങളുടെയും ബെഞ്ച് മാർക്കെന്ന് കരുതപ്പെടുന്നിടത്താണ് ഈ സംഭവങ്ങളൊക്കെയും അരങ്ങേറുന്നത്.